നമ്മളിപ്പോൾ വിശാഖപട്ടണത്തിന്റെ അടുത്ത് വരെ എത്തി. അപ്പോൾ ഒരു HP പെട്രോൾ പമ്പ് കണ്ടു. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ തങ്ങാന്ന് വിചാരിച്ചു. സമയം ഏകദേശം ഒരു 9 മണിയോടുകൂടിയായി. പെട്രോൾ പമ്പിൽ സംസാരിച്ചു. ഇവിടെ ഞങ്ങൾ വണ്ടി രാത്രി പാർക്ക് ചെയ്തിട്ട് രാവിലെ പോവുകയുള്ളൂ, ഇവിടെ ഹോൾഡ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അവർക്ക് ഓക്കെയാണ്. നമ്മൾ ടെൻറ്റ് അടിക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇനി അതിനുശേഷം നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട് ഇവിടെയാണ് സജ്ജമാകുന്നത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടെൻറ്റ് നിവർത്തുന്നതെന്നും അതിൻ്റെ സജ്ജീകരണങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മുടെ വണ്ടിയുടെ പുറകുവശത്ത് ഇതുപോലെ 2 ലാഡർ വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ലാഡർ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ 2 ലാഡർ തമ്മിൽ ജോയിൻ ചെയ്താൽ ഏകദേശം 8 അടി ഹൈറ്റുള്ള ലാഡറായി. അത് നമുക്ക് വണ്ടിയുടെ സൈഡിൽ കൊണ്ടുപോയി ചാരി വെച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറാം. ഇതിൻ്റെ മുകൾ വശത്ത് ചാരി വെക്കുന്ന ഭാഗത്ത് നമ്മൾ 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഹുക്ക് വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്തേക്കുവാണ്. കാരണം ആദ്യം അതില്ലാതെയാണ് ചെയ്തത്. അപ്പോൾ കയറുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ കാലെന്തെങ്കിലും തെന്നുകയോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ലാഡർ മറിഞ്ഞു വീഴും. അതുപോലെ രാത്രി നമ്മൾ മുകളിൽ കയറി ഇരുന്ന ശേഷം ലാഡർ മറിഞ്ഞു വീണാൽ പിന്നെ നമുക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് മറിഞ്ഞു വീഴാതിരിക്കാനായിട്ടാണ് ഈ ഒരു ഹുക്ക് കൊടുത്തേക്കുന്നത്. അത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് മുകളിലേക്ക് സുഖമായിട്ട് കയറാം. പിന്നെ മറിഞ്ഞു വീഴുമെന്ന് പേടിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാരിയർ കണ്ടാൽ അറിയാം, നോർമൽ സാധാരണ ഒരു ലഗേജ് ക്യാരിയർ, ഇതുപോലുള്ള SUV ടൈപ്പ് വാഹനങ്ങളുടെ മുകളിലൊക്കെ ഇതുപോലുള്ള ലഗേജ് ക്യാരിയർ എല്ലാവരും വെക്കുന്നതാണ്. നേരത്തെയൊക്കെ പുതിയ വണ്ടികൾ വാങ്ങുമ്പോൾ ക്യാരിയർ വാങ്ങി വെക്കും. ടാക്സി കാറുകൾക്കൊക്കെയാണ് കൂടുതലും കാണുക. നമ്മൾ ഇതുപോലൊരു ക്യാരിയറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ക്യാരിയറാണ്. അതിന് മുകളിലാണ് നമ്മൾ ലഗേജും വെക്കുന്നത്. എന്നാൽ അതിൻ്റെ അടിവശത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ടെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പലർക്കും മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതെങ്ങനെയാണ് അത് നമ്മുടെ ടെൻറ്റ് നമുക്ക് നിവർത്തുന്നതെന്നും അതിനകത്ത് എങ്ങനെയാണ് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സജ്ജീകരണം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ശരിക്കും 1-2 പേര് കൂടി നിവർത്താവുന്നേ ഉള്ളൂ. നമ്മുടെ പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളിത് ചെയ്യുന്നത്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്കത് നിവർത്താം. അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 5-10 മിനിറ്റ് എടുക്കും. ഇതിപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നിമിഷം കൊണ്ട് കഴിയും. അതുപോലെ തന്നെ 2 സൈഡിലേക്കും നമ്മൾ ഇഞ്ചസ് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് പുറത്തേക്ക് വെക്കാവുന്ന രീതിയിൽ ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കി ഉള്ളിലിട്ട് വെക്കാം. വേണ്ട, ഇത് ഇഞ്ചസാണ് കൊടുത്തേക്കുന്നത്. ഈ ഇഞ്ചസ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ വണ്ടിയുടെ പുറത്തേക്ക് നിൽക്കില്ല. ടെൻ്റൊക്കെ മടക്കിയ ശേഷം അതും ഉള്ളിലോട്ട് മടക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിയും. പിന്നെ ഈ കയറുന്ന വശത്ത ആ ഒരു ഗേറ്റിന് മാത്രം നമ്മൾ ഒരു കുളത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ബലം കൊടുക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഇഞ്ചസ് മാത്രം ഉള്ളെങ്കിൽ അത് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കയറി ഇരുന്നാലൊക്കെ ചിലപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ചെയിൻ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ എന്തൊക്കെ കാഴ്ചയുണ്ട്, മുകളിൽ എന്തൊരു സൗകര്യം ഉണ്ടെന്ന് നോക്കാം. മുകളിലോട്ട് നമുക്ക് ഈ ലാഡറിൽ കൂടി നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെ പിടിച്ച് മുകളിൽ കയറി കഴിഞ്ഞാൽ കണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ ഉള്ളിൽ കാണുന്ന ലെയർ കണ്ടോ, ഇത് ഒരു ഇന്നർ ലെയറാണ്. ഇതിന് പുറമെ പുറത്തൊരു ലെയർ കൂടിയുണ്ട്. അത് നല്ല ടെമ്പറിലാണ് നമ്മൾ കെട്ടിയേക്കുന്നത്. ഈ ടെൻറ്റ് നിവർത്തി വലിച്ച് കിട്ടിയാൽ അത് നല്ല ടെമ്പറിലേക്ക്, കാരണം മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഒഴുകി പോകാനുള്ളതാണ്. ഉള്ളിലത്തെ ലെയർ ഇങ്ങനെ താഴ്ന്നു കിടന്നാൽ മതി. അതും മുകളിലത്തെ ലെയറും താഴത്തെ ലെയറും തമ്മിൽ മുട്ടി നിൽക്കാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. മുട്ടി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചെറിയ ഈർപ്പം എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് താഴത്തെ തുണിയിലും പിടിക്കും. രണ്ടും ഒരേ ക്ലോത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ പറയുന്ന റെയിൻ ലെയർ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ അത് തമ്മിലൊരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഭക്ഷണത്തിന് ശേഷം ടെൻറ്റിനകത്ത് എത്ര പേർക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാം. ഇന്ന് അവലും പഴമാണ് വാങ്ങിയേക്കുന്നത്. രാത്രി ഫുഡ് അതാണ്, കുക്ക് ചെയ്യുന്നില്ല. അതിപ്പോ സംഭവം മനസ്സിലായത് ഏത് സാധന? ഞാൻ ആ സാധനം പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടാ? മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത് നമ്മൾ ഇത്രയും ദിവസം ചെയ്തത് ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ചെന്നെത്തി വെള്ളം കിട്ടുന്ന സ്ഥലത്ത് കുക്ക് ചെയ്യാണ് ചെയ്തിരുന്നത്. എന്നാൽ നാളെ മുതൽ അത് മാറ്റിയിട്ട് നമുക്ക് രാവിലെ തന്നെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഭക്ഷണം പാചകം ചെയ്ത് ഉച്ചക്കത്തേക്കുള്ള ഫുഡുമായിട്ട് പോയി എവിടെയെങ്കിലും
റെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനാണ്. കാരണം ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറോളം നമ്മുടെ കുക്കിങ്ങും അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടി അത്രയും സമയം എടുക്കുന്നു. എങ്ങോട്ട് വലിക്കണേ? ഡീസൽ കൊണ്ട് തുടങ്ങി. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. എന്നാ ഇപ്പൊ ശരിയായിട്ടരാ. നെട്ട് വേണം, നെട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കയറ്റിട്ട് തിരിച്ച് താഴെ പോയത്. ആ ക്യാബിൾ തന്നെയല്ലേ നിങ്ങൾ വെച്ച ക്യാബിള്? നിങ്ങളിത് വെച്ചിരുന്നല്ലോ ക്യാബിള്, നിങ്ങളിത് ഈ ക്യാബിള് വെച്ചിരുന്നല്ലോ, സ്പെയർ വെച്ചിരുന്നല്ലോ. ഹലോ, പിന്നെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. അല്ല സാധനം ഊരി എടുത്തേ, ഈ ഇടലും അങ്ങനെ തന്നെയല്ല. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരണേ. என்னோட கேரளாக்காரங்க அல்ல, தெலுங்காரு, கர்நாடகா, தமிழ் எல்லாமே நாங்க எல்லாம் சேர்ந்து இருந்தாச்சு. മലയാളം അറിയാം? மலையாளம் കുറച്ച് എവിടുന്ന് മലയാളം പഠിച്ചേ? நான் படிக்கல. ஜனங்களோட இப்ப நீங்க எப்படி கேட்டுக்கிட்டீங்க, நீ தெலுங்கு பேசும்போது எனக்கு டவுட் வந்து என்ன லாங்குவேஜ் கேட்டேன். ഹിന്ദിയിലോ മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സിലാവും. ഈ കുടില് ഇത് വീടാണ്? വീടില്ല, മാട്ടുപാട, മാടുകളെ ഊര് അങ്ങേ ഇരിക്കുന്നത്. అది మాటుకోట. ఇది రోడ్డు ఎదువరలో ఎక్స్టెన్షన్ అవుతుంది. ഈ ചേട്ടൻ്റെയാണ് ഈ ഒരു കുടില്. ഇപ്പോൾ കന്നുകാലികളെയൊക്കെ വളർത്തി ഇവിടെ താമസിച്ച് വരികയാണ്. ഈ ചേട്ടനോട് സംസാരിച്ചപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞത് നിങ്ങളോളം മിലിറ്ററിയിലായിരുന്നു, അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ കൂടിയതാണ്. ഇപ്പോൾ കന്നുകാലികളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുവാണ്. ഏകദേശം 6-7 ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ ചേട്ടൻ നമ്മളോട് തമിഴിലാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ.
നമ്മുടെ വണ്ടിയുടെ സീറ്റ് ചെയ്തിരുന്നത് പൈൻവുഡ് ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ഈ പൈൻവുഡിൻ്റെ തടിക്ക് അധികം ബലം ഉണ്ടാവില്ല. അപ്പോൾ ആ തടിയുടെ ഇരുന്ന് യാത്ര ചെയ്തപ്പോഴത്തേക്കും ആ പലക പൊട്ടിപ്പോകുന്നുണ്ടായി. ഇതായിരുന്നു നമ്മുടെ പൈൻവുഡ് ഉപയോഗിച്ചുണ്ടാക്കിയ ബോക്സ്. അതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോയത്. അപ്പോൾ നമ്മൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഫ്ലൈവുഡ് വെച്ച് ഒരെണ്ണം പുതിയത് മേക്ക് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു യാത്രാ രീതി ആയതുകൊണ്ടും ഇതിന് മുൻപ് ചെയ്തേക്കുന്ന ആളുകൾ എങ്ങനെയാണ് ചെയ്തതെന്നൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ടും നമുക്ക് കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും പരമാവധി നമുക്ക് ഒരു യാത്ര സുഖം തരുന്ന രീതിയിലാണ് നമ്മുടെ വാഹനം അറേഞ്ച് ചെയ്തത്. എന്നാൽ ഈ പറയുന്ന ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പൈൻവുഡൊക്കെ ഉപയോഗിച്ച് ചെയ്തത്. എന്നിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കണം. തീർച്ചയായിട്ടും ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈവുഡ് കാര്യങ്ങൾ വാങ്ങി കണ്ടിന്യൂ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ പണി തീർക്കാൻ പറ്റും. ഒരു അരമണിക്കൂറായിപ്പോൾ പണി തുടങ്ങിയിട്ട് ഏകദേശം ഇത്ര മതി. ഇനി ഇതെടുത്ത് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്കിനി ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കാണാം. ഈ കാണുന്ന പൈൻവുഡ് ഉപയോഗിച്ചാണ് നമ്മൾ സാധനം ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് വലിയ ബലം ഉണ്ടാകാതിരുന്നത്. നിലവിൽ ഇതിന് വലിയ ബലവുമില്ല. ഇത് പൊട്ടിപ്പോയ പീസാണ്. ഈ ആണി അടിക്കുമ്പോൾ ഇതിന് വലിയ ബലമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഹായ്, അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ പോവാണ്. ഈ ഒരു കടയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം പ്ലൈവുഡ് കടയാണെങ്കിലും നമുക്ക് നമ്മുടെ പണി തീർക്കണ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ചുറ്റികയും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്ന് സഹായിച്ചു. അതുപോലെ തന്നെ ഇവിടെ പ്ലൈവുഡ് കട്ട് ചെയ്യാനുള്ള കട്ടിങ് വീലും അതുപോലെ തന്നെ കട്ടിങ് മെഷീനൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് വേണ്ടി ഇവർ ഒരു സ്ഥലത്ത് നിന്ന് അറേഞ്ച് ചെയ്ത് തന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പണികളൊക്കെ എളുപ്പമായി. അപ്പോൾ എന്തായാലും അവരോട് താങ്ക്സ് പറയുകയാണ്. എന്തായാലും നമുക്ക് എല്ലായിടത്തും നല്ല സഹകരണമാണ്. ഓക്കെ, താങ്ക് യു.
ഇന്ന് പകല് നമുക്ക് ഒരുപാട് പണികളൊക്കെ കിട്ടിയതുകൊണ്ട് ഇന്ന് നമുക്ക് 9 മണിക്ക് പുരിയിലെത്തുമെന്ന് വിചാരിച്ചത് നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും മാറി മാറി ഡ്രൈവ് ചെയ്യുകയാണ്. ഇപ്പോൾ അഫ്സലാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതേ ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എന്തായാലും നൈറ്റ് ഡ്രൈവ് ചെയ്യല്ലേ, അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഉറക്കമൊക്കെ മാറ്റി സുഖമായിട്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് ഞങ്ങൾ നാളെ രാവിലെ പുരിയിലെ സൺറൈസ് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നൈറ്റ് അങ്ങോട്ട് ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി യാത്ര മുന്നോട്ട് പോകും. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോവാം. പറക്കം വിട്ടുണ്ട് അവിടെ പച്ച പറക്കം വിട്ടുണ്ട് അതെങ്ങനാ സൈഡ് നോക്കിയാൽ നോക്കാൻ സംഭവം ഇത് ഡി ജെ കയറാം ഡി ജെ ഇൻഡിക്കേറ്റർ ഇട്ടു. ഇതിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ഇതിപ്പോ ഒറീസയിലോട്ട് കടന്നു നമ്മള്. ഇന്ന് ഇപ്പൊ രാത്രി കുറച്ചിപ്പോ ഒരു 9-10 മണി കഴിഞ്ഞു. നമ്മളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കല്യാണം കണ്ടേ. അപ്പൊ എന്തായാലും മുന്നോട്ട് പോയിട്ട് അടുത്ത യു ടേണിൽ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ എന്തായാലും നമ്മൾ അതൊന്ന് കണ്ടിട്ട് വരാം. സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. ഇനി ഏകദേശം 100 കിലോമീറ്റർ കൂടിയുണ്ട് പുരിക്ക്. ഈ ഒരു രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാളെ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയാണ്. ഒരുപാട് ആളുകൾ പറഞ്ഞു പുരിയിലെ സൺറൈസ് കാണാൻ അതിമനോഹരമാണെന്ന്. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ പുരിയിലെ സൺറൈസും അതേപോലെ തന്നെ കൊണാർക്ക് ടെമ്പിളും അവിടുത്തെ ഗ്രാമ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഉണ്ടെന്നേടാ